വലിയ നമസ്കാരം. നോക്കൂ, നമ്മുടെ ചാണക്യൻ, ബഹുമാനപ്പെട്ട ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ചാണക്യൻ പറഞ്ഞ ചാണക്യ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വിദേശ DNA പേറി നടക്കുന്ന, ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ വിദേശ DNA പേറി നടക്കുന്ന ഒരു വിദേശ വനിതയ്ക്കുണ്ടായ കുട്ടി, ആ വിദേശ വനിതയ്ക്കുണ്ടായ കുട്ടിക്ക് ഒരിക്കലും അത് നമ്മുടെ ഭാരതത്തിൽ പിറന്നതാണെങ്കിൽ പോലും, തൻ്റെ പെറ്റ നാട് ഭാരതമാണെങ്കിൽ പോലും ആ നാടിനോട് ഒരു കൂറും ഉണ്ടാവില്ല. ആ നാട് മുടിഞ്ഞു കാണാൻ വേണ്ടി രാജ്യദ്രോഹിയായി ആ മകൻ മാറും എന്നുള്ളത് ചാണക്യ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഈ ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടും ഈ രാഹുൽ ഗണ്ഡിയെ നമ്മൾ ആ ഒരു സൂക്തങ്ങളുമായി കൂട്ടി ഇണക്കുകയാണെങ്കിൽ അയാൾ കൃത്യമായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തൻ്റെ തന്തയുടെ തന്ത, അങ്ങനെ ഒരുപാട് കൂട്ടാണ്, ഗുരു പരമ്പരകളായിക്കോട്ടെ അല്ലെ പിതാമഹന്മാരായിക്കോട്ടെ, ഇവരൊക്കെ പെറ്റ ഈ നാടിനെ ഒറ്റുകൊടുത്തുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള, കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളത് തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു വനിത, അവരെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക കൊടും ഭീകരവർഗം അവിടെ അഴിഞ്ഞാടിക്കൊണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. വളരെ മൃഗീയമായിട്ട് ഇവന്റെയൊക്കെ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ആ മൃഗീയ പൊത്തകം വായിച്ചുകൊണ്ട് മദ്രസ ജിഹാദികൾ, മദ്രസ പൊട്ടന്മാർ, ഇസ്ലാമിക കൊടും ഭീകരന്മാർ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തും, ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതികൾ നടത്തുന്നു. കാരണം അവന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് കാഫിറുകളാണിവർ. അത് സഖാവാണോ അതല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാരാണോ എന്നൊന്നും അവർക്ക് നോട്ടമില്ല. അവന്റെ കിതാബിൽ സുന്നത്ത് കഴിയാത്ത, അതല്ലെങ്കിൽ ലിംഗത്തിന്റെ അഗ്രം ഛേദിക്കപ്പെടാത്ത ഒരു വ്യക്തി, അയാൾ കാഫിർ തന്നെയാണ്. ആ കാഫിർ ആരാണ്? കാഫിർ ഞമ്മക്ക് കൊല്ലാനുള്ള, അതല്ലെങ്കിൽ ഞമ്മക്ക് ബലാത്സംഗം ചെയ്യാനുള്ള, ഞമ്മൾക്ക് കൊള്ളയടിക്കാനുള്ള, ഞമ്മൾക്ക് മതം മാറ്റാനുള്ള ഇരകൾ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ബംഗ്ലാദേശ് ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ രാഹുൽ ഗണ്ഡിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് സഹിതം വന്നിട്ടുണ്ട്. ആ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുള്ളതിന്റെ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. ഇത് ഞാൻ പറയുന്നതല്ല, ആരാണ് പറയുന്നത് എന്നൊക്കെ ഈ ആർട്ടിക്കിളിലുണ്ട്. നോക്കൂ, ബംഗ്ലാദേശ് ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ രാഹുൽ ഗണ്ഡി. ഒന്നാം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് തുടർച്ചയായി രാഹുൽ ഗണ്ഡി ആഹ്വാനം ചെയ്തത്. അത് ലണ്ടനിൽ നടന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും. ഇന്ന് ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ നടത്തുന്ന BNPയുടെ അധ്യക്ഷൻ താരിഖ് റഹ്മാനുമായുള്ള കൂടിക്കാഴ്ച ബ്ലിറ്റ്സിന്റെ പത്രാധിപർ സലാഹുദ്ദീൻ ചൗധരിയാണിത് ഇക്കാര്യം പുറത്തുവിട്ടത്. അതായത് ഇത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒന്നും അല്ല പുറത്തുവിട്ടത്. ഈ പറയുന്ന BNP എന്ന് പറയുന്ന സംഘടന, ബംഗ്ലാദേശിൽ ഇന്ന് ഹിന്ദു വംശഹത്യ നടത്തുന്ന തീവ്രവാദികളുടെ സംഘടന, ആ സംഘടനയുമായിട്ട് ഞമ്മന്റെ ഈ പറയുന്ന രാഹുൽ ഗണ്ഡി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് പോലുമാണ് ബ്ലിറ്റ്സിന്റെ പത്രാധിപരായിട്ടുള്ള സലാലുദ്ദീൻ ചൗധരി പുറത്തുവിട്ടിരിക്കുന്നത്. ലണ്ടനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗണ്ഡി അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ പോയത് വാർത്തകളിൽ വന്നിരുന്നു. അവിടെ CIA മേധാവി വില്യം ബോൺസ്, വിക്ടോറിയ നൂലൻഡ്, ഡൊണാൾഡ് ലൂ എന്നിവരുമായി ഒരു ദിവസം നീണ്ട ചർച്ച നടത്തി. നോക്കൂ, ഈ ISISന്റെയും അതല്ലെങ്കിൽ ഈ അമേരിക്കൻ ചാര സംഘടന CIA ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നിരിക്കുന്നതെന്നും അതിന് ചൈനയുടെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളതൊക്കെ രഹസ്യമായ പരസ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഭാരതം ലോകത്താകമാനം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതം വിശ്വഗുരുവായിക്കൊണ്ട് തന്നെ ഈ വിശ്വത്തിന് ഒന്നടങ്കം ആജ്ഞാപിക്കാനുള്ള പവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ അമേരിക്ക പോലെയുള്ള, ചൈന പോലെയുള്ള ദുഷ്ടശക്തികൾക്ക് ഭാരതത്തെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യത്തെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരിക. അതുകൊണ്ട് അവിടെ ജനാധിപത്യ രീതിയിൽ പിറവിയെടുത്തിട്ടുള്ള സർക്കാരിനെ അട്ടിമറിച്ച് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു ധീരയായിട്ടുള്ള വനിത, അവർ ഇസ്ലാമിക കൊടും ഭീകരതയോട് സന്ധിയില്ലാത്ത സമരം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ പോലെയുള്ള ഇസ്ലാമിക കൊടും ഭീകരവർഗത്തിന് അവർ കണ്ണിലെ കരടായി മാറിയതും. ഇന്ന് ആ തക്കം കിട്ടിയ സമയത്ത് തന്നെ ഈ പറയുന്ന ISISന്റെയും അതല്ലെങ്കിൽ പാകിസ്ഥാൻ ചാര സംഘടനയുടെയും അമേരിക്കൻ ചാര സംഘടനയുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടു കൂടി ആ ജനാധിപത്യ രീതിയിലുള്ള ഭരണം അട്ടിമറിച്ച് ഷെയ്ഖ് ഹസീനയെ അവിടെ തുരത്തി ഓടിക്കുകയും ചെയ്തു. മാത്രമല്ല ഇവന്റെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാഫിറുകളെ നിർലോഭം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി വരുന്നു
അതായത് ഇപ്പോ CIA അമേരിക്കയുടെ ചാരസംഘടന അവരുമായിട്ട് ഈ ചങ്ങാതി ചർച്ച നടത്തി എന്നിട്ടുള്ളതാണ് ഈ പത്രാധിപരായിട്ടുള്ള സലാലുദ്ദീൻ ചൗധരി പറയുന്നത്. ഇനി കൂടുതൽ പറയുന്നുണ്ട്, തുടർന്ന് താരിഖ് റഹ്മാനെ അമേരിക്കയിൽ എത്തിച്ച് ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് രാഹുൽ ഗണ്ഡി മുൻകൈയെടുത്തു. ആരാണ് താരിഖ് റഹ്മാൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബംഗ്ലാദേശിൽ ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഈ അട്ടിമറി ഭരണം നേടിയല്ലോ, അതിന് നേതൃത്വം കൊടുത്ത ജിഹാദി അതല്ലെങ്കിൽ കൊടും ഭീകരൻ തന്നെയാണ് ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നു രാഹുൽ ഗാന്ധി മുൻകൈയെടുത്തു. അതിനുശേഷമാണ് വിക്ടോറിയ നൂലൻഡ്, റൊണാൾഡോ എന്നീ CIAയുടെ ഭരണകൂട അട്ടിമറി വിദഗ്ധർ നിരവധി തവണ ബംഗ്ലാദേശ് സന്ദർശിച്ചത്. ജനുവരിയിൽ നടന്ന ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ, റഷ്യ, ചൈന എന്നിവരുടെ കൂട്ടായ്മ സമയോചിതമായി ഇടപെട്ട് അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന വിജയിച്ചാൽ അമേരിക്കയുടെ പിന്തുണയോടെ കലാപം ഉണ്ടാകുമെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ വ്ളാദിമിറോവ്ന ജനുവരിയിൽ തന്നെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 15 മുതൽ ഇതേ കലാപങ്ങൾ ഭാരതത്തിലും തുടങ്ങാൻ രാഹുൽ ഗണ്ഡിക്ക് അമേരിക്കൻ CIA അടക്കമുള്ള ഈ പറയുന്ന ചാരസംഘടന അടക്കമുള്ള ആളുകൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത് പല രീതിയിലാണ് വരിക. നമ്മൾ കണ്ടിട്ടുണ്ട്, കർഷക സമരത്തിന്റെ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വഖഫ് ബോർഡിന്റെ സ്വത്തുവകകളുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരം വരാം, സംവരണ സമരം വരാം, പിന്നെയോ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ഇനിയും വരാം. കാരണം ഇപ്പൊ ബംഗ്ലാദേശ് പോലെയുള്ള ഭീകരന്മാരൊക്കെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ ഭാരതം അതിന്റെ പൗരന്മാരുടെ ഡീറ്റെയിൽസ് ശേഖരിക്കും. ഭാരതത്തിന്റെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാവും. അപ്പോൾ അതിനെതിരെയും സമരം എന്നുള്ള രീതിയിൽ തന്നെ ഇസ്ലാമിക കൊടും ഭീകരന്മാരെ ഇറക്കിക്കൊണ്ട് ഭാരതത്തിന്റെ സമാധാനം നശിപ്പിക്കുക. അത് തന്നെയാണ് ചാണക്യ സൂക്തങ്ങളിൽ ചാണക്യൻ പറഞ്ഞിട്ടുള്ള ഒരു വിദേശ വനിതയ്ക്കുണ്ടായിട്ടുള്ള ബ്രീഡ്. ആ ബ്രീഡിൽ പിറന്ന ഒരുത്തനെ ഒരിക്കലും നമ്മുടെ ഈ നാടിനോട്, ഭാരതത്തോട് ഒരു കൂറും ഉണ്ടാവില്ല. അവന്റെ മാതാവിന്റെ ഉദരത്തിൽ പിറന്നെങ്കിൽ പോലും മാതാവ് ജനിച്ചത് എവിടെയാണോ ആ നാടിനോട് മാത്രമേ കൂറുണ്ടാവുകയുള്ളൂ. ഒരിക്കലും തന്റെ ഈ ഭാരതം എന്ന് പറയുന്ന ഈ നാടിനോട് കൂറുണ്ടാവില്ല. അത്തരത്തിൽ തന്നെയാണ് രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന ഈ ദുഷ്ടനെതിരെയുള്ള, അത് അക്ഷരം തെറ്റാതെ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, അത്തരത്തിൽ ഒരുപാട് രാജ്യദ്രോഹ വാർത്തകൾ പുറത്തു വരുന്നു. ഇനി നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഹരിപ്രസാദ് മേനോൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലൊക്കെ വീഡിയോയിൽ വരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്ന ഈ രാഹുൽ ഗണ്ഡിയുടെ മറ്റൊരു രാജ്യദ്രോഹമുണ്ട്. അതുകൂടി കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. കേട്ട് നോക്കാം നമുക്കത്. നമസ്കാരം. വെറുതെയല്ല ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ നാട്ടുകാർ പപ്പു എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാളെ പപ്പു എന്നല്ല വിളിക്കേണ്ടത്, ഒറ്റുകാരൻ എന്നാണ് വിളിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഹിൻഡൻബർഗിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തു വന്നു. ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അദാനിക്കെതിരെയായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഷോർട്ട് സെല്ലറാണ്, ഇല്ലാത്ത സാധനം സെല്ല് ചെയ്ത് അദാനിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് അതിൽ നിന്ന് 100 കണക്കിന് കോടി രൂപ സമ്പാദിച്ച ആളാണ് ശ്രീമാൻ ഹിൻഡൻബർഗ്. അല്ലാതെ അയാള് എന്താ പറയാ, വെള്ളരിപ്രാവൊന്നുമല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ അദാനിയെ തകർക്കാനുള്ള ഗൂഢാലോചന ഫലം കണ്ടില്ല എന്ന് കണ്ടപ്പോ പുള്ളി ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് സെബിയെയും സെബിയുടെ ചെയർപേഴ്സണെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വിട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ കാമ്പും കഴമ്പൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അദാനിക്കെതിരെ ഹിൻഡൻബർഗ് തൊടുത്തുവിട്ടിട്ടുള്ള ആരോപണങ്ങൾ ഇവിടെ വിശദമായിട്ട് അന്വേഷിക്കുകയും അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും സുപ്രീം കോടതി വരെ അത് ശരിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സെബി എന്ന് പറയുന്ന സിസ്റ്റത്തെ മുഴുവൻ ടാർഗറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വിടുന്നത്. ലോകം മുഴുവൻ, ലോകത്തെ സാമ്പത്തിക വിദഗ്ധന്മാരും അതുപോലെയുള്ള സ്ഥാപനങ്ങളും IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യയെ ഭാവിയായിട്ട് കണക്കാക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ, GDP ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ, ഈ രാജ്യത്തിന്റെ വികസനത്തെ പറ്റി പറയുമ്പോൾ അതിൽ വെറുളി പൂണ്ട ആളുകൾ ഇത്തരത്തിലുള്ള പല മാർഗങ്ങളും ഉപയോഗിച്ച് അത് തകർക്കാൻ ശ്രമിക്കും. അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ഏതാണ്ട് 10-15 കോടി ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തില് ഈ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവികളിലൊന്നായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന രാഹുൽ ഗാന്ധി ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒറ്റുകാരൻ എന്ന് വിളിക്കുന്നത്. അയാൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ആര് പറഞ്ഞാലും അത് എടുത്ത് സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് തരം താന്നു പോയി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ, ഒരു വിശ്വാസവുമില്ല, തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു ഇന്ത്യയിലെ ഓഹരി വിപണി എന്ന് പറയുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ആസ്തിയുടെ 43% ഇന്ത്യൻ ഓഹരി വിപണിയിലാണ് അയാൾ നിക്ഷേപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 3 വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് 60% ഗ്രോത്താണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അവനവന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓഹരി വിപണിയിൽ ഇടുകയും ചെയ്യുക. എന്നിട്ട് നാട്ടുകാരോടൊക്കെ പറയുക ഇവിടെ സെബി തകരാൻ പോകുന്നു, മാർക്കറ്റ് തകരാൻ പോകുന്നു, ഓടിക്കോ എന്ന്. നല്ല പരിപാടിയാണല്ലോ അല്ലെ?